ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു സ്പെഷ്യൽ ചിക്കൻ കറി റെസിപ്പി ആയാണ് വന്നത്. എന്നാ വീഡിയോയിലേക്ക് കിടക്കാം. ഇതിനു വേണ്ടി ബോണോട് കൂടിയുള്ള കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ്, സിർക്ക, ഉപ്പ് ഇവ ചേർത്ത് നന്നായി മിക്സ് ആക്കുക. റെസ്റ്റ് ചെയ്യാൻ ഒരു 10-20 മിനിറ്റ് വെക്കാം. അതിനുശേഷം നമുക്ക് ഫ്രൈ ആക്കാൻ എണ്ണയിലേക്ക് ഇടാം. ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് അതിലേക്ക് 4 ഉള്ളി അരിഞ്ഞു വെച്ചത് ചേർക്കുന്നുണ്ട്. അതിലേക്ക് ഉപ്പും കൂടി ചേർത്ത് നന്നായി മിക്സ് ആക്കി വഴറ്റാൻ വെക്കാം. അപ്പോഴേക്കും ചിക്കൻ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അത് ഞാൻ കോരി മാറ്റുന്നുണ്ട്. നന്നായി വഴണ്ടി വന്ന ഉള്ളിയിലേക്ക് 2 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതും ഒരു തക്കാളി ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യുന്നുണ്ട്. നന്നായി വഴണ്ടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് മിക്സ് ആക്കിയ ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. പൊടികളുടെ പച്ചമണം മാറിയ ശേഷം 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും 1/2 ടേബിൾ സ്പൂൺ സോയാ സോസും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. അത് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. എനിക്ക് ചെറിയ ഗ്രേവിക്ക് വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. അതിലേക്ക് ഫ്രൈ ആക്കിയ ചിക്കൻ കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി മിക്സ് ആക്കി കൊടുക്കാം. അറ്റ് ലാസ്റ്റ് നമ്മളുടെ കറിയുടെ പ്രധാന ഘടകമായ മല്ലിച്ചപ്പ് കൂടി ചേർക്കുന്നുണ്ട്. അത് നന്നായി മിക്സ് ആക്കിയ ശേഷം നമ്മളുടെ സ്പെഷ്യൽ ചിക്കൻ കറി റെഡിയായി. താങ്ക് യു. അത് നന്നായി മിക്സ് ആക്കിയാൽ സ്പെഷ്യൽ ചിക്കൻ കറി റെഡിയായി. താങ്ക് യു.